എൻ്റെ സർഗപരമായ കഴിവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ വിദ്യാഭ്യാസമുള്ളൂ, എന്ന് പറഞ്ഞാൽ 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ. പക്ഷേ ഞാൻ വായന ഉണ്ടായിരുന്നു നല്ലോണം. പിന്നെ എനിക്ക് മാപ്പിളപ്പാട്ട്, ഹിന്ദിപ്പാട്ട്, കവാലി എല്ലാം വലിയ ഇഷ്ടമായിരുന്നു. അപ്പം ഞാനിവിടെ പലപ്പോഴും ഈ മെഹഫിലുകളിൽ പോയിരിക്കും. പല റൂമുകളിലും അന്ന് മെഹഫിൽ ഒരു മാസത്തിലൊരിക്കലും ഒരാഴ്ചക്കൊരിക്കലെല്ലാം മെഹഫിലുണ്ടാകുന്ന റൂമുകളുണ്ട്. അവിടെയൊക്കെ ഞാൻ പോകും. എനിക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടും. സംഗീതത്തിനുള്ളൊരു താല്പര്യം. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടുമുട്ടിയ ഒരാളാണ് ഖാലിദ് വടകര എന്ന ഒരാൾ. അപ്പോൾ ഈ പാട്ട് പാടുന്നതെല്ലാം ഇപ്പോൾ ഒരേ ലെവലുള്ള പാട്ടാണ് പാടുന്നത്. അപ്പം ഞാൻ ഒരു ദിവസം ഖാലിദ് ഭായിനോട് ചോദിച്ചു, ഖാലിദ് ഭായി, എല്ലാം നിങ്ങൾ ഒരേ പാട്ട് തന്നെ അന്നെല്ലാം പാടുന്നത്, നിങ്ങൾക്കെല്ലാം പുതിയ പുതിയ പാട്ടുണ്ടാക്കിയിട്ട് പാടിക്കൂടെ? അപ്പം എന്നോട് പറഞ്ഞ് പുതിയ പാട്ടുണ്ടാക്കുമെന്ന് തന്നെ ഉണ്ടാവണ്ടേ, ആരാ പാട്ട് എഴുതുന്ന ആൾ? അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ചന്ദ്രിക വീക്കിലിയിലും ചന്ദ്രിക പേപ്പറിലും മറ്റ് പേപ്പറിൽ ഇതെല്ലാം വരുന്ന വീക്കിലി ആനുകാലിക പ്രസിദ്ധീകരണം വരുന്ന പലരും പാട്ടെല്ലാം എഴുതിയിടുമല്ലോ. അപ്പോൾ അതങ്ങനെ പാടാനും അത് സംഗീതം ചെയ്യാനും ഭയങ്കര. അപ്പോൾ അയാൾ എന്നോട് ഇങ്ങോട്ടൊരു ചോദിച്ചു, നിങ്ങളൊരു പാട്ട് എഴുതുമോ? ഞാൻ പറഞ്ഞു, പാട്ട് എഴുതുന്ന തന്നെ വലിയൊരു അത്ഭുതമുള്ള കാര്യമായിട്ട് എനിക്കറിയാം, എനിക്ക് സങ്കല്പിക്കാനും കൂടിയും പറ്റില്ല. എന്തായാലും ഒന്ന് എഴുതി നോക്കാൻ തന്നെ. അങ്ങനെ ഒരു പാട്ട് എഴുതി, ഒരാഴ്ച കഴിഞ്ഞ് 2ാമത്തെ പാട്ട് എഴുതി. പിന്നെ എല്ലാ ആഴ്ചയിലും പാട്ട് എഴുതി. അതൊന്നല്ല, അതിങ്ങനെ വളർന്ന് ഏകദേശം ഒരു 500 പാട്ടിൻ്റെ എല്ലാം അടുത്ത് എത്തിയിട്ടുണ്ടാവും. ഞാൻ ഈ ഖത്തറിലെത്തിയത് 1980 ജൂൺ 2-ാം തീയതിയാണ്. വന്നത് ജ്യേഷ്ഠൻ വിസ അയച്ചിട്ട് വന്നാൽ അന്ന് എല്ലാവരും അങ്ങനെ തന്നെയാണ്. വിസ ഒരാളെ ഇവിടുന്ന് അയക്കും. പ്രത്യേകിച്ച് തൊഴിലൊന്നും അറിയാത്ത ആൾക്ക് അങ്ങനെ വിസ എടുത്ത് അയക്കലാണ്. പലരും വന്ന് തൊഴിലിപരമായിട്ടും വരുന്നവരുണ്ട്. പക്ഷേ ഞാനല്ലോ അങ്ങനെ വിസ അയച്ചിട്ട് വന്നതാണ്. നാദാപുരത്ത് നിന്ന് ബസ്സിൽ കയറി ബോംബെയിൽ വന്നു. ബോംബെയിൽ നിന്ന് ഖത്തർ എയർവേസിന് ഇവിടെ വന്നു. ഖത്തർ എയർവേസിനല്ല, സോറി, ഗൾഫ് എയറിന്. ഖത്തർ എയർവേസ് ഇല്ലെന്ന്, ഗൾഫ് എയറിനാണ് ഇവിടെ വന്നിറങ്ങി. അതൊരു നല്ല ചൂട് കാലം, നല്ല ഓർമ്മയാണ്. കാരണം ദോഹ എയർപോർട്ടിൽ ഇറക്കുമ്പോൾ ഇത്രയും ചൂടുള്ള ഒരു നാട്ടിലേക്കാണോ ഞാൻ വന്നതെന്നുണ്ടായിരുന്നു. അതിന് മുന്നേ അങ്ങനെ ഒരു അനുഭവം ഇല്ലല്ലോ. പക്ഷേ ഇവിടുത്തെ ഭരണാധികാരികളെക്കുറിച്ചാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. കാരണം ഞാൻ വന്നെത്തിയത് ഒരു മരുഭൂമിയിലാണ്. ഞാൻ 44ാമത്തെ വർഷത്തിലേക്ക് അടുക്കുകയാണ്. ഇന്ന് വരെ ദാഹജലത്തിന് എനിക്ക് ഒരു മുടക്കം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു മഹാത്മ്യമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ വന്ന കാലത്ത് കുറച്ച് കാലം കാഫ്കോയിൽ പണിയെടുത്ത്, കുറച്ച് ഹാമ്പിൾ പെയിൻറ്റ് കമ്പനിയിൽ പണിയെടുത്ത്, പിന്നെ കുറച്ച് കാലം പിന്നെ ബിസിനസ് മേഖലയിലേക്ക് പോയി. പിന്നെ അതിലിടക്ക് കുറച്ച് കാലത്ത് യുണൈറ്റഡ് സപ്ലൈസ് എന്ന് പറഞ്ഞൊരു കമ്പനി പണിയെടുത്ത്. പിന്നെ ഇവിടുത്തെ സാധാരണ നിരക്ക് ഒരു വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവർക്ക് ചെയ്യാവുന്നൊരു പരിപാടി ഇവിടെ ചെറിയ ചെറിയ ബിസിനസ്സുകളാണ്. അതുമായിട്ട് ഇങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ഹൈറും ഉണ്ടായിരുന്നു, കുറേ ഇതുണ്ടായിരുന്നു. അതിപ്പം പറഞ്ഞ ഖത്തറിന് അങ്ങനെ ഒരു ചരിത്രമുള്ള ആൾ ഞാനേ ഉണ്ടാവും. കാരണം ഏകദേശം 168 സംരംഭങ്ങളുള്ള ഞാനിവിടെ തുടങ്ങിയേക്ക്. അതുകൂടാതെ 1000-ഓളം പാർട്ട്ണർമാർ എനിക്കുണ്ടായിന്. അതുകൊണ്ട് ഇതുവരെ ആരുമായിട്ടൊന്നുമില്ല. കുറേയെല്ലാം പീടിക പൊളിച്ചും നഷ്ടപ്പെട്ടും ക്യാൻറ്റീനും അതൊക്കെ അങ്ങനെ പോവും. പിന്നെ ചിലതെല്ലാം ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ഇന്നും നിലനിൽക്കുന്ന ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട് അങ്ങനെ വന്നേരും. എല്ലായിടത്തും ആരുമായിട്ട് ഇന്ന് വരെ ഒരു വടക്കുണ്ടാക്കേണ്ടിയോ അങ്ങനത്തെ ഒന്നും പ്രശ്നമൊന്നും വന്നിട്ടില്ല. ആരുമായിട്ട് യാതൊരു അത് ജീവിതത്തിലില്ല. എനിക്ക് അങ്ങനെ ഒരു വികാരം കുറവാണ്. എന്താ ദേഷ്യം എന്ന് പറയുന്നൊരു വികാരം അതെനിക്കില്ല. ഖത്തറിൽ വരേണ്ട ജീവിതമല്ല. കാരണം എന്നറിയോ, ഖത്തറിൽ നമുക്ക് ഖത്തറാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഞാൻ നാട്ടിൽ വലിയൊരു കുടുംബത്തിലുള്ള ആളാണെങ്കിലും ഖത്തറാണ് എനിക്ക് ജീവിതം പഠിപ്പിച്ചെന്ന്. ഖത്തറിൽ ഒരു കോലം കൊണ്ട് ഒന്നിലും വരൾച്ചയില്ല.
പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. വെറും ഒരു പൈസ ഉണ്ടാക്കുക, നാട്ടിൽ പോവുക എന്നുള്ള മാത്രം. അവർക്കെപ്പോൾ ഇത് വരൾച്ചയായിട്ടാണ് തോന്നും. നമ്മൾ വന്ന സ്ഥലത്ത് എന്തൊക്കെ ഉണ്ടെന്നും ആരെല്ലാം ഉണ്ടെന്നും എന്തെല്ലാം കാണാനുണ്ടെന്നും എന്തെല്ലാം കേൾക്കാനുണ്ടെന്നും നമ്മൾ ചെല്ലുമ്പോഴാണ് ഇവിടുത്തെ പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റും. അല്ലാണ്ട് വെറും ഒരു ജോലി, റൂം, നാട്ടിപ്പോക്ക് മാത്രമാക്കിയാൽ അവർക്ക് ഇവിടെ വരണ്ടിട്ട് തന്നെ ഉണ്ടാവാം. അതേ സ്ഥാനത്ത് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ കാണാൻ ഒത്തിരി കാഴ്ചകളുണ്ട്, കേൾക്കാൻ ഒത്തിരി ഭാഷകളുണ്ട്, ആസ്വദിക്കാൻ ഒരുപാട് സംഗീതമുണ്ട്, അങ്ങനെ പലതായിട്ടോ. അപ്പോൾ അതിലേക്കെല്ലാം നമ്മൾ എത്തിച്ചെല്ലുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്കിവിടുത്തെ പച്ചപ്പ് മനസ്സിലാവുക. എൻ്റെ സർഗപരമായ കഴിവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ വിദ്യാഭ്യാസമുള്ളൂ, എന്ന് പറഞ്ഞാൽ 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ. പക്ഷേ ഞാൻ വായന ഉണ്ടായിരുന്നു നല്ലോണം. പിന്നെ എനിക്ക് മാപ്പിളപ്പാട്ട്, ഹിന്ദിപ്പാട്ട്, കവാലി എല്ലാം വലിയ ഇഷ്ടമായിരുന്നു. അപ്പം ഞാനിവിടെ പലപ്പോഴും ഈ മെഹഫിലുകളിൽ പോയിരിക്കും. പല റൂമുകളിലും അന്ന് മെഹഫിൽ ഒരു മാസത്തിലൊരിക്കലും ഒരാഴ്ചക്കൊരിക്കലെല്ലാം മെഹഫിലുണ്ടാകുന്ന റൂമുകളുണ്ട്. അവിടെയൊക്കെ ഞാൻ പോകും. എനിക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടും. സംഗീതത്തിനുള്ളൊരു താല്പര്യം. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടുമുട്ടിയ ഒരാളാണ് ഖാലിദ് വടകര എന്ന് പറഞ്ഞ ഒരാൾ. അപ്പോൾ ഈ പാട്ട് പാടുന്നതെല്ലാം ഇപ്പോൾ ഒരേ ലെവലുള്ള പാട്ടാണ് പാടുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഖാലിദ് ഭായിനോട് ചോദിച്ചു, ഖാലിദ് ഭായി, എല്ലാം നിങ്ങൾ ഒരേ പാട്ട് തന്നെ അന്നെല്ലാം പാടുന്നത്, നിങ്ങൾക്കെല്ലാം പുതിയ പാട്ടുണ്ടാക്കിയിട്ട് പാടിക്കൂടെ? അപ്പോൾ എന്നോട് പറഞ്ഞ് പുതിയ പാട്ടുണ്ടാക്കുമെന്ന് തന്നെ ഉണ്ടാവണ്ടേ, ആരാ പാട്ട് എഴുതുന്ന ആൾ? അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ചന്ദ്രിക വീക്കിലിയിലും ചന്ദ്രിക പേപ്പറിലും മറ്റ് പേപ്പറിൽ ഇതെല്ലാം വരുന്ന വീക്കിലി ആനുകാലിക പ്രസിദ്ധീകരണം വരുന്ന പലരും പാട്ടെല്ലാം എഴുതിയിടുമല്ലോ. അപ്പോൾ അതങ്ങനെ പാടാനും അത് സംഗീതം ചെയ്യാനും ഭയങ്കര. അപ്പോൾ അയാൾ എന്നോട് ഇങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളൊരു പാട്ട് എഴുതുമെന്ന്. ഞാൻ പറഞ്ഞു, പാട്ട് എഴുതുന്ന തന്നെ വലിയൊരു അത്ഭുതമുള്ള കാര്യമായിട്ട് എനിക്ക് സങ്കല്പിക്കാനും കൂടിയും പറ്റില്ല. എന്തായാലും ഒന്ന് എഴുതി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു പാട്ട് എഴുതി, ഒരാഴ്ച കഴിഞ്ഞ് 2ാമത്തെ പാട്ട് എഴുതി. പിന്നെ എല്ലാ ആഴ്ചയിലും പാട്ട് എഴുതി. അതൊന്നല്ല, അതിങ്ങനെ വളർന്ന് ഏകദേശം ഒരു 500 പാട്ടിൻ്റെ എല്ലാം അടുത്ത് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് തിരഞ്ഞെടുത്ത ഒരു 120 പാട്ടിപ്പം ബോയൻകുട്ടി വൈദ്യർ സ്മാരകം പ്രസിദ്ധീകരിക്കാൻ തന്നെയുണ്ട്. അതിൻ്റെ ലേ ഔട്ടെല്ലാം ചെയ്തു വെച്ചിരിക്കുക ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതിൽ തന്നെ. അപ്പോൾ അത് പിന്നെ പാട്ടിൻ്റെ രംഗത്തേക്ക് പിന്നെ ഒന്ന് മുഴുകിയപ്പോഴത്തേക്ക് പലതും എഴുതാനും ചെയ്യാനും പലരെ പരിചയപ്പെടാനും അല്ലല്ല എന്തുണ്ടായി, അതിനുള്ള ഒരു നിയോഗം ഉണ്ടായി. അങ്ങനെ എൻ്റെ മാത്രം പാട്ടുകളുടെ പരിപാടി വെച്ചുകൂടാ. അങ്ങനത്തെ ഒരു 3 പരിപാടി അരങ്ങേറി. പലരും വിളിച്ച് അവാർഡ് തന്നു. പിന്നെ പലപ്പോഴും ഇപ്പം ദുബൈ പോയാലും ഇവിടെ ആയാലും റേഡിയോക്കാരെല്ലാം വിളിക്കും. ഇടയ്ക്ക് പത്രക്കാർ വന്ന് ചില ഇൻ്റർവ്യൂ എടുക്കും. അത്യാവശ്യം ചില പുതിയ എന്തെങ്കിലും ആനുകാലികങ്ങളിൽ എന്നെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും എഴുതും. അങ്ങനെയുള്ളായി ഇങ്ങനെ പോകുന്നുണ്ട്. ആദ്യം പാടിച്ച പാട്ടിൻ്റെ ലെവല് അല്ല, ആദ്യം എഴുതിയ പാട്ട് 20ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യവേളയിൽ ഞങ്ങൾ കഴിയുകയാണല്ലോ, ഇതുപോലെയുള്ളൊരു കാലം മുമ്പൊന്നും വന്ന് ഭവിച്ചോർമ്മയില്ലല്ലോ എന്നും പറഞ്ഞിട്ടാണ് പാട്ട് എഴുതിയത്. പക്ഷേ ഇവിടെ ഹിറ്റായൊരു പാട്ടുണ്ട്, പൊട്ടി വിരിയുന്ന ആശതൻ മലർമുട്ട് ആത്മാവിൻ ചില്ലയിൽ എന്ന് പൂക്കും, പൊട്ടിത്തകർന്ന കിനാക്കളെ മയ്യത്ത് ഏതൊരു മണ്ണിൽ ഞാൻ കവറടക്കുന്നുള്ളൊരു പാട്ടുണ്ട്. അത് ഞങ്ങൾ റൂമിൽ കുത്തനെ പാടിയാന്നെങ്കിലും ഇവിടെയുള്ളൊരു കാസറ്റ് വീടിൽ അത് കൊണ്ടെടുത്തിട്ട് അവരെന്നോട് പറഞ്ഞു, ഒരു കൊല്ലത്തിൽ അതൊരു 10,000 കാസറ്റുകൾ ഞങ്ങൾ വിറ്റു. അപ്പോൾ ജനങ്ങൾ അത്രയും സ്വീകരിച്ചിരുന്നു ആ കാസറ്റിനെ. ആഫീസ് എന്നായിരുന്നു ആ കാസറ്റിൻ്റെ പേര്, മകൻ്റെ പേരാണ്. അപ്പോൾ അന്ന് ആഫീസ് എന്നുള്ള പേര്, അത് എനിക്ക് പണ്ടുതന്നെ ആഫീസ് എന്നുള്ളൊരു പേരിനോട് ഇഷ്ടമുണ്ട്. അപ്പോൾ കാസറ്റിന് എന്നാ പേരിടുന്നെന്ന് വെച്ച് സൂപ്പിയാജി. അപ്പോൾ ഞാൻ പറഞ്ഞ് ആഫീസ് എന്നാ വെക്കുന്നത് തന്നെ. പാട്ടിപ്പം മൊത്തം കേരളത്തിലെ 60 പാട്ടുകാരോളം എൻ്റെ പാട്ട് പാടിയിട്ടുണ്ട്. ഏകദേശം 15ഓളം മ്യൂസിഷ്യന്മാർ എൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. അതിൽ എല്ലാ ആളുകളും ഉണ്ട്. അങ്ങനെ വലുതും ചെറുതുമായ എല്ലാ ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ രംഗത്തുള്ള എല്ലാവരും അന്ന് തന്നെ അതിന് പറയാനുള്ളൂ. പിന്നെ ഇപ്പം രംഗത്തുള്ള ഗായകന്മാർ ഏകദേശം ആളും എൻ്റെ പാട്ട് പാടിയവർ തന്നെയുള്ളൂ.
എൻ്റെ ഏറ്റവും ജനങ്ങളിൽ ഇപ്പോൾ ഹിറ്റായിട്ടുള്ള പാട്ട് മാപ്പിളപ്പാട്ടിൻ്റെ വർണ്ണ ചരിത്രം എന്നുള്ള പാട്ടാണ്. മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്രം പറയുന്നുണ്ട് പാട്ടിലൂടെ. അപ്പം അതിൻ്റെ ചിത്രീകരണത്തിലാണ് ഞാൻ ഉള്ളത് ഇപ്പോൾ. മാപ്പിളപ്പാട്ടിൻ വർണ്ണ ചരിത്രം മാനവികതയോടാണത് മിത്രം, അങ്ങനെയാണ് അതിൻ്റെ പാട്ടിൻ്റെ തുടക്കം. ആ പാട്ട് ഒരുവിധം കേരളത്തിലുള്ള മൊത്തം ആൾക്കാർക്കും അറിയാം. ഇങ്ങനെ മാപ്പിളപ്പാട്ടിനെ ശ്രദ്ധിക്കുന്ന ആളുകൾക്കെല്ലാം ആ പാട്ടറിയാം. ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശമുള്ള 25ഓളം അനുസ്മരണ ഗാനം എഴുതിയിന്. ഒന്നും രണ്ടൊന്നല്ല. ഷെയ്ഖ് സായിദ്, ഷെയ്ഖ് കാബൂസ്, APJ അബ്ദുൽ കലാം, മദർ തെരേസ, മുഹമ്മദ് റാഫി, ലതാ മങ്കേഷ്കർ, K കരുണാകരൻ, ഷിയാബ് തങ്ങൾ, CH മുഹമ്മദ് കോയ, പിന്നെ ഇപ്പം ഞാൻ എൻ്റെ മുൻഗാമികളായിട്ടുള്ള ആളുകളെക്കുറിച്ചുള്ള, പിന്നെ ഇവിടെ മരിച്ചൊരു ഹാജിയൊക്കെ ഇല്ലായിരുന്നു. അല്ല, അയാൾ എങ്ങനെയാണ് പറയുക, മുസ്ലിം വീട്ടിൽ അബ്ദുൽ ഖാദർ, അദ്ദേഹത്തെക്കുറിച്ച്, പിന്നെ നമ്മുടെ ഉമ്പായി, പിന്നെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ മുൻഗാമികളായിട്ട് കടന്നുപോയ ഒരു 7 പേരുടെ അനുസ്മരണ ഗാനം ചെയ്തുകൊണ്ടിരിക്കുക. അത് PT അബ്ദുറഹ്മാനുണ്ട്, M കുഞ്ഞി മൂസക്ക ഉണ്ട്, SA ജമീലുണ്ട്, KG സത്താറുണ്ട്, SV ഉസ്മാനുണ്ട്, എരഞ്ഞോളി മൂസയുണ്ട്, റഹീം കുറ്റാടിയുണ്ട്. ഇവരൊക്കെ അനുസ്മരണ ഗാനം ഇനിയും 1-2 ആളെ മനസ്സിലുണ്ട്. ഓരോരു പാട്ട്, അവർക്കെല്ലാം ഓരോരു പാട്ട് സെപ്പറേറ്റ്. ഇവരൊക്കെ മരിച്ചുവല്ലേ ഇപ്പോൾ, അവരെ ഓർമ്മിക്കത്തക്ക രീതിയിൽ അതിനെന്തെന്ന് വെച്ചാൽ അതിൻ്റെ ചിത്രം പോലെ ഉണ്ടാക്കണമെന്നുണ്ട്. അങ്ങനെ അതിനൊന്ന് പിന്നെ ചിത്രീകരണം നടത്തണമെന്നുണ്ട്. അവരുടെ സ്ഥലത്ത് ഖബർസ്ഥാൻ പോയി, പിന്നെ അവരുടെ വീട്ടിൽ പോയി അവർക്ക് കിട്ടിയ പരിപാടികളിലാക്കി, പിന്നെ അവരുടെ കുടുംബങ്ങളുണ്ടെങ്കിൽ, പിന്നെ അവരുടെ എന്തെങ്കിലും ഓർമ്മകളുണ്ടെങ്കിൽ അതൊക്കെ ചേർത്തിട്ട് അത് ചിത്രീകരിക്കണമെന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടി അങ്ങനെ ഒരു സർഗഭീതിയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. എഴുതിയിട്ടുണ്ട്, ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതിൽ ഞാനിങ്ങനെ ആർട്ടിക്കിളായിട്ട് എഴുതിയതാണ് പിന്നെ എനിക്കും വേണം സമ്മാനപ്പൊതി, പിന്നെ ഞാനൊന്ന് കണ്ണട വെച്ചോട്ടെ, കലണ്ടറിൻ്റെ ദുഃഖം, പിന്നെ മാപ്പിളക്കല നേരിടുന്ന പ്രശ്നങ്ങളും അവ തേടുന്ന പരിഹാരങ്ങളും. പിന്നെ എല്ലാം എന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ട് എഴുത്തുകളെല്ലാം ചെറുതാക്കി, പിന്നെ 1-2 നാടകം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും എപ്പോഴെങ്കിലും ചെയ്യണമെന്നുണ്ട്. പിന്നെ പ്രവാസി ഗാനങ്ങളുണ്ട് ഒരു 10-15. പിന്നെ എല്ലാ കാലത്തും പാട്ട് എഴുതാറുണ്ട്. ഇപ്പോൾ അറബ് ഐക്യം വന്ന് എഴുതി, ഫുട്ബോൾ എഴുതി, അതിൽ മുന്നേ ഭൂപരോധം എഴുതി, കൊറോണ എഴുതി, വെള്ളപ്പൊക്കം എഴുതി. പിന്നെ മാപ്പിളപ്പാട്ടിൻ്റെ മേഖല അങ്ങനെ തന്നെ ഉണ്ട്. ഇത് ആനുകാലികപരമായിട്ട് എല്ലാ കാര്യത്തിലും ഞാൻ പാട്ട് എഴുതാറുണ്ട്. ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയ കർണാടകത്തിലെ ഇലക്ഷൻ നടന്നു, അതിന് വരെ അനുമോദന ഗാനം എഴുതി. അതിനെ അനുമോദിച്ചുകൊണ്ട് ഇന്നലെയും ഒരു പാട്ട് എഴുതി. അത് ചെറുതാണെങ്കിലും അപ്പോൾ പാട്ടായിട്ട് എഴുതിയത് ഇപ്പോൾ അവസാനം തുർക്കിയിൽ ഭൂകമ്പം വന്നേറിയ. അതിൻ്റെ ശേഷം പാട്ട് ഒരു മുഴുവൻ പാട്ടായിട്ട് എഴുതിയിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ സാധനമായിട്ട് ഇങ്ങനെല്ലാം എഴുതും. പിന്നെ ഒരുപാട് പാട്ടുകൾ ചിത്രീകരിക്കാറുണ്ട്. മീൻമാല, കേരളമാല, ഫുഡ് മാല, ലോകമാല, ഇന്ത്യൻ സർക്കിറ്റ് മാല, പച്ചക്കറിമാല, പിന്നെ കേരളമാല, ഇതൊക്കെ ചിത്രീകരിക്കാറുണ്ട്. എഴുതിയല്ല, കുറേ തലം പാടിയും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ വർണ്ണ ചരിത്രം എഴുതി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ ഖത്തറിലെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക സംഘടനയാണ് KMCC. ഖത്തറിലല്ല, ഗൾഫിലെ. അതിൻ്റെ ഒരു ചരിത്രം പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെ നമ്മുടെ കേരളമാല, അങ്ങനെ ഓർഡറായിട്ട്. പിന്നെ മീൻമാല എന്ന് പറയുന്ന മീനിനെ മാത്രമല്ല, കടലാന്നല്ല ലോകത്തിൻ്റെ എല്ലാ പെരുമക്കും കാരണം. കടലിനെ വർണ്ണിച്ചുകൊണ്ട് മീനിനെയും കൂടി അതിൽ പറയുന്നേ ഉള്ളൂ. യാദൃശ്യമായിട്ട് ഇവിടെ KMCCയുടെ പ്രസിഡൻറ്റ്, ഇപ്പം മുൻ പ്രസിഡൻ്റ് എന്ന് പറയണം, SA ബഷീർ ഒരു ദിവസം എന്നോട് പറഞ്ഞ്, ഞങ്ങളൊരു പരിപാടി വെക്കാൻ ഉദ്ദേശിക്കുന്നു, അതിൽ നിങ്ങളെ പാട്ട് മാത്രമാണ് പാടാവും, നിങ്ങൾ എഴുതിയ പാട്ട് മാത്രം, ആര് പാടിയാലും ഇല്ല, നിങ്ങളെ പാട്ടേ ഉണ്ടാവാമെന്നുള്ള ഒരു
ഡിമാൻഡ് വെച്ചു. അങ്ങനെ 25ഓളം പാട്ട് തിരഞ്ഞെടുത്തു. അത് 25 പാട്ടിൽ 13 ആളുകളാണ് അന്ന് പാടിയത്. 2 പാട്ട് പാടിയവരുണ്ട്, 1 പാട്ട് പാടിയവരുണ്ട്, 3 പാട്ട് പാടിയവരുണ്ട്. അങ്ങനെ അതിലൊരു പാട്ട് കേട്ടപ്പോൾ അന്ന് ആ പരിപാടിക്ക് ഞാൻ ഇവിടുത്തെ ഈ സർഗ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാംസ്കാരിക മേഖലയിലുള്ള ആൾക്കാരെല്ലാം ക്ഷണിച്ചിരുന്നു. അതിൽ വന്ന് കണ്ടവരാണ് ഒന്ന് പിന്നെ മഞ്ഞി ലസീസും ഒന്ന് അറക്കൽ ഖാലിദും. അന്ന് പരിപാടിക്ക് വന്നിരുന്നു. അപ്പം പരിപാടി കഴിഞ്ഞ് പോയപ്പോൾ അതിൽ പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു, നഫ്സുകളെ പിരിഞ്ഞെങ്ങോ മറഞ്ഞുള്ള റൂഹിൻ്റെ ചൈതന്യമേ എന്നുള്ള. അപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്ന് ഖാലിദ് ഭായി ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നുണ്ട്, അപ്പോൾ നാടകത്തിൽ പാട്ടില്ലായിരുന്നു, പക്ഷേ ഈ പാട്ട് അതിന് വളരെ ആപ്റ്റായിട്ടുള്ള പാട്ടാണ്, അത് ഞങ്ങൾക്ക് തരുമെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു. അവരതൊരു 3-4 സ്റ്റേജ് കളിച്ചിരുന്നു ആ നാടകം ഇവിടെ നാട്ടിലെല്ലാമായിട്ട്. പിന്നെ ഖാലിദ് ഭായി ഇവിടുന്ന് വിട്ടുപോവുകയും ചെയ്തു കുറച്ച് കാലം കഴിയുമ്പോഴേക്ക്. എന്നാലും പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് അയാളൊന്ന് കാണണമെന്നൊക്കെ വിളിക്കണമെന്നൊക്കെ. അതിനുള്ള ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് അതെനിക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നമ്പർ എന്നാൽ നല്ലൊരു കഴിവുള്ള ആളുകളായിരുന്നല്ലോ. അങ്ങനെ പലരും ഇവിടെ ഉണ്ടായിരുന്നു. അവരെ പറ്റൊരു സോവനീറെങ്കിലും ഉണ്ടാക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. കാരണം അവരെല്ലാം ഇവിടുത്തെ സർഗവേദിയിൽ വലിയ ഒരു സംഭാവന നൽകിയ പലരും ഉണ്ട്. അവരൊന്നും ഇവിടുത്തെ ഖത്തറിലെ ആളുകൾ ഓർമ്മിച്ചില്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ നന്ദി കേടായിരിക്കും. പക്ഷേ വേണ്ട വിധത്തിൽ ഓർമ്മിച്ചിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അല്ല, അവരെ നമ്മളത് അനുസ്മരിച്ചില്ല. അങ്ങനെ എക്കോസ് അബ്ദുറഹ്മാൻ ആയിക്കോട്ടെ, നമ്മളെ റഫ അബ്ദുറഹ്മാൻ ആയിക്കോട്ടെ, ചന്ദ്രൻ മാഷ് ആയിക്കോട്ടെ, പിന്നെ അർക്കൽ ഖാലിദ് ആയിക്കോട്ടെ, AVM ഉണ്ണിക്ക് തന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ, ബാബ വടകര, അങ്ങനെ കുറേ ആളുകളുണ്ട്. ഇവരൊന്നും പിന്നെ അതുപോലെ തന്നെ ഇക്ബാൽ ചേറ്റുവ, അവരൊക്കെ ഇവിടുത്തെ ഈ മേഖലയിലുള്ള ആളുകളായിരുന്നു. അൻവർ ബാബു, പിന്നെ അങ്ങനെ പലരും ഉണ്ട്. പക്ഷെ അതൊന്നും അടയാളപ്പെടുന്നില്ല. ഒന്നാമത്തെന്ന് വെച്ചാൽ ഇന്ന് അവരുടെ ഒരു കഴിവ് തെളിയിക്കാനുള്ള അവസരവും ഇല്ല. കാരണം ഇന്നിവിടെ പണ്ട് ICRCയും മറ്റേ അങ്ങനത്തെ കുറേ അമീർ സിനിമയെല്ലാം എന്തെങ്കിലും ഒരു പരിപാടികൾ നടത്താൻ പറ്റിയതുണ്ടായിരുന്നു. ഇന്ന് ഈവൻ ദോഹ സിനിമ തന്നെ പൂട്ടിയിട്ട് വർഷങ്ങളായി. അപ്പോൾ ഒരു പരിപാടി വെക്കണമെന്ന് വെച്ചാൽ വലിയ വാടകയെല്ലാം കൊടുത്തിട്ടുള്ള ഹാളെല്ലാം വേണം. അതിനുള്ള സ്പോൺസർമാർ പണ്ടത്തെ പോലെ ടിക്കറ്റ് വെച്ച് പരിപാടി ഒന്നും ഇന്ന് നടക്കുന്നില്ലല്ലോ. റിയാലിറ്റി ഷോകൾ വന്നതോടുകൂടി ടിക്കറ്റ് പ്രോഗ്രാമുകൾ അവസാനിച്ചു പോയി. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് വിറ്റ് കാശുണ്ടാക്കാൻ പറ്റില്ല, സ്പോൺസർമാരെ കിട്ടണം. സ്പോൺസർമാരെ കിട്ടുമ്പോഴേക്ക് സ്പോൺസർ കൊടുക്കുന്ന ഒരു സംഖ്യ ഉണ്ടല്ലോ, അതിനെക്കാട്ടും വലിയ സംഖ്യ വാടക ഇനത്തിൽ തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ വലിയ നടന്മാരെല്ലാം കൊണ്ടുവരണം, അത് അതിനെക്കാട്ടും വലിയ റിസ്ക്കാണ്. വർത്തമാന കാലത്തിൽ എനിക്ക് കുറച്ച് ബിസിനസ്സെല്ലാം ഉണ്ട് ഇവിടെ. അതൊക്കെ പിന്നെ 2-3 മാസമായിട്ടാണ് നിൽക്കുന്നുള്ളൂ. 2 മാസം ഇവിടെ, 2 മാസം നാട്ടിൽ, അങ്ങനെല്ലായിട്ടാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ സ്ഥിര താമസം എന്ന് പറഞ്ഞാൽ ഇപ്പം പകുതി ഇന്ത്യയിലും പകുതി ഇവിടെയാണ്. അല്ലാണ്ട് ഫുള്ള് ഇവിടെയല്ല, ഫുള്ള് നാട്ടിലുമല്ല. പിന്നെ ഇപ്പം എക്കാമെല്ലാം അടിക്കേണ്ടിരിക്കണ്ടേ നമ്മളിപ്പോൾ ഇൻഷുറൻസ് അടിച്ചിട്ടാണല്ലോ എക്കാമെല്ലാം അടിക്കുന്നത്. അതിവരടിക്കുന്നവരെ നമ്മളിവിടെ നിൽക്കും. കാരണം ഖത്തർ നമ്മളെ ജീവിത ഭൂമിയാണ്. അതിനെ വിട്ടിട്ട് പോകണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഇനി ഇവർ നമ്മളെ നിർത്തുന്ന കാലം വരെ ഇനി നിർത്തുന്നില്ലേ, അന്നേരം നമുക്ക് പോവാം. കളീൻ്റെ ഞാൻ പാട്ടല്ലേ എഴുതിയില്ലേ. കളിക്കാലത്തെ കുറിച്ച് എല്ലാ ദിവസവും ഞാൻ ലേഖനം എഴുതി. അതിനെ പറ്റിയിട്ട് എല്ലാ ദിവസവും അതിൻ്റെ കുറിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ചെയ്യാണ്ട് ഇങ്ങനെ കളിയുടെ വരവിനെയും ആ കളി കഴിഞ്ഞ ഖത്തറും കളി ജയിച്ച ഖത്തറും എന്നുള്ളൊരു സാധനം പിന്നെ ഒരു നാടകം പോലൊരു സാധനം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ കളി ജയിച്ച ഖത്തറും കഥ പറയുന്ന കബൂത്തറും എന്നൊരു സാധനം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിനാരെങ്കിലും ഒരു ബൃഹത്തായ ഒരു സംഗതി, അത് കളി ജയിച്ച ഖത്തറും
കഥ പറയുന്ന കബൂത്തറും. ബിസ്മില്ല എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ ഓർക്കുന്നത്, ഞാൻ ആദ്യം ഇവിടുത്തെ തുടങ്ങിയ ബിസിനസ് സൂപ്പർ മാർക്കറ്റുകളാണ്, ചെറിയ ചെറിയ ബക്കാലപ്പീടികകൾ. ഇപ്പോൾ ഈ ബക്കാലപ്പീടികയിലേക്ക് സാധനം വാങ്ങാൻ പോകേണ്ടത് ഇറാനി സൂക്കിലാണ്, ഇങ്ങനെ ഹോൾസെയിലായിട്ട് എടുക്കണ്ടേ. ഈ സാധനം എടുക്കാൻ പോകുമ്പോൾ ഒരു ചായ കുടിക്കാൻ പോയി ബിസ്മില്ല, കാരണം ബിസ്മില്ല എന്ന് ചായയും കുടിച്ച് പോകാമെന്ന് പറയും എല്ലാവരും. അപ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹാളും എല്ലാം നീണ്ട ഒരു ഹോട്ടലാണ്. എപ്പോഴും അറബികളും ആൾക്കാരായിട്ട് ഭയങ്കരത്തെ അങ്ങനെ ഒരു തിങ്ങി ആൾക്കാരെ കാണുന്ന ഒരു ഹോട്ടലാണത്. അതിലപ്പുറം ബിസ്മില്ലിനെ പറ്റി പിന്നെ ആ ബിസ്മില്ല ഹോട്ടൽ എൻ്റെ കയ്യിൽ വന്നതാണ്, ഞാനത് പിന്നെ ഉപേക്ഷിച്ചല്ല. അങ്ങനെ ഇപ്പം പുതുതായിട്ട് പുതുക്കി പണി തരും, കാരണം അതിൻ്റെ അവിടെ വല്ലാത്ത നിയമങ്ങളാണ്, നടക്കാനാവും. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് വെറും കാശുണ്ടാക്കുക എന്നുള്ളതല്ലാണ്ട് അതിൻ്റെ ഒരു സർഗ്ഗഭാവനയിൽ കൂടി അത് സമീപിക്കുന്നില്ല അവർ. കാരണം എംകുഞ്ഞ് മൂസക്കാക്കും എരഞ്ഞോളി മൂസക്കാക്കും എല്ലാം പാട്ട് എഴുതിയിട്ട് കൊടുത്തിട്ട് പാടിപ്പിച്ച ആളായ അവരൊരു പാട്ട് കൊടുത്താൽ അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് അത് അവരുടെ കൈയക്ഷരത്തിൽ എഴുതിയെടുക്കും. ഇപ്പോഴത്തെ പാട്ടുകാർ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ അവർ പറയും ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തിക്കൊള്ളാം എന്നാണ് പറയുക. സ്റ്റുഡിയോയിലെത്തിക്കൊള്ളാം, ഇനി അതല്ലെങ്കിൽ കരാക്കിങ് അയച്ചേക്ക്, കരോക്കെ അയച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് പാടി അങ്ങ് വിട്ടുതരാം. അപ്പോൾ അതിൻ്റെ ഒരു വൃത്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ ഒരു പൊലിമയിലുണ്ടല്ലോ, അതിൻ്റെ ഒരു താളലയ ഭാവങ്ങൾ ഉൾക്കൊണ്ട് അത് ചെയ്യണമെന്നുള്ള അപൂർവം കലാകാരന്മാരായിപ്പോഴുള്ളൂ. ഇപ്പോൾ അങ്ങനെ പറഞ്ഞാൽ വളരെ ചുരുക്കാളുള്ളൂ. പിന്നെ സംഗീതജ്ഞരാണ് അധികവും പാട്ടിനെ നശിപ്പിക്കുന്നത് സാധാരണ എൻ്റെ കാഴ്ചപ്പാടിൽ. കാരണം ഞാനിപ്പോൾ ഒരു വരി അതി കൊടുത്തിട്ട് ഒരു സംഗീതത്തിനെ വിളിച്ചാൽ അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കുവാണ് ഇതിന് എത്ര പീസ് ഓർക്കസ്ട്ര വേണം. അതോടുകൂടി ആ സംഗീതജ്ഞനോടുള്ള ഇഷ്ടം പോയി. എന്നോടൊക്കെ മാന്യമായിട്ട് പറയാം, GP ഇത് ഇന്നിന്ന സാധനമെല്ലാം ഇതിൽ ചേർത്താല ഈ പാട്ട് നന്നാവാ. ഗിറ്റാറ് വേണം, തബല വേണം, പിന്നെ വയലിൻ വേണം, ഇതെല്ലാം ഇങ്ങോട്ട് പറയാൻ പാടുന്ന ഒരു സംഗീതജ്ഞനുള്ളൂ. ഇന്നത്തെ സംഗീതജ്ഞന്മാർക്ക് ഓർക്കസ്ട്രയുടെ പീസ് കണക്കാണ്. അവരൊരു ഇതാണെന്ത് പിന്നെ ഒരു കൂലി തൊഴിലാളിയായിട്ടാണ് വരുന്നത്, സംഗീതജ്ഞനായിട്ടല്ല വരുന്നത്. അതന്നെ, അങ്ങനെയാണ് അവരുടെ സമീപനം. കാരണം അതിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എല്ലാ സാധനവും ഒരു ഇതിൽ കമ്പോസ് ചെയ്തെടുക്കാം. അപ്പോൾ പഴയ പോലെ അല്ലല്ലോ, പഴയെല്ലാം മാനുവലായിട്ട് ചെയ്യണ്ടേ, ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഇനി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഓരോരുത്തർക്ക് ഓരോ ദിവസം വന്ന് ചെയ്താൽ മതി. പക്ഷെ എന്നാലും പഴയ പോലത്തെ ഒരു അതിന് തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കണമെന്നുള്ള ആളുകൾ വളരെ കുറവാണ്. പിന്നെ ഇപ്പോൾ സിംഗിങ് സ്റ്റൈൽ മാറി. പിന്നെ പുതിയ ആൾക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് പറയാന്ന് വെച്ചാൽ, നിങ്ങൾ പാട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഒരു പല്ലവി എഴുതുന്നുണ്ടെങ്കിൽ ആ പല്ലവീൻ്റെ അവസാനത്തുമ്പോഴേക്ക് ആ പല്ലവിയുടെ ആശയമായിട്ടുള്ളൊരു ചരണമായിരിക്കും നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ഒന്ന്, പാട്ട് പാടുന്നവരോട് എനിക്ക് പറയുമ്പോഴുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കരോക്കെ ഇട്ട് പാടിക്കോ, നോ പ്രോബ്ലം. പക്ഷേ എവിടെയെങ്കിലും പോയി ഒരു ഹാർമോണിസ്റ്റിൻ്റെ മുന്നിലിരുന്ന് ചുരുങ്ങിയ കാലെങ്കിലും നിങ്ങൾ വോക്കൽ പരിശീലിക്കണം. കാരണം ഇപ്പോൾ മിനിഞ്ഞാൻ തന്നെ ഒരു പരിപാടി വന്നു, ഒരു കരോക്കെ പാട്ടാണ്, നന്നായിട്ട് പാടുന്നുണ്ട്. പക്ഷെ അയാൾക്ക് ആടെ തബലയും വെട്ടിയും വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് പാടുവാൻ പറ്റുന്നില്ല. തബലയും വെച്ചിട്ട് പാട്ട് പാടുമ്പോൾ ഒരുത്തന്നെ പാട്ടുകാരനായിട്ട് നമ്മൾ മുമ്പ് അംഗീകരിച്ചിരുന്നോ അല്ലേ? ഇപ്പോൾ അതല്ലല്ലോ സ്ഥിതി. ഇപ്പോൾ ഓരോരുത്തർ കരോക്കിൻ്റെ ഇത് മൊബൈൽ തുറക്കൂ, അതിലാണ് പാട്ട് പാടുന്നത്, മൈനസ് കരോക്കെ ഇട്ടിട്ട് പാടുന്നത്. അപ്പോൾ പാട്ട് പാടുവാനുള്ള കഴിവല്ല വരുന്നത്, കരോക്കയ്ക്ക് പാടുവാനുള്ള കഴിവ് വരുന്നുള്ളൂ. പാട്ട് പാടുവാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ ഓരോരോ അവരോധനത്തിലും അതിൻ്റെ ഓരോരോ നമ്മൾ പറഞ്ഞതിൻ്റെ സംഗതിയെല്ലാം വരണ്ടിക്കുണ്ടെങ്കിൽ തബലക്കും വെട്ടിക്കും, തബലക്ക് തന്നെ അല്ല ഹാർമോണിയത്തിന് തന്നെ പാടണം. അങ്ങനത്തെ കഴിവ് കുറഞ്ഞ കഴിവുള്ള പാട്ടുകാർ വളരെ കുറവാണ്. പിന്നെ വേറെ ഇതിനോടുള്ള ഒരു കൃത്യമായ കമ്മിറ്റ്മെൻറ്റാണ്. വേറെ എന്തെങ്കിലും എഴുതി കൂട്ടുവന്നു എന്തെങ്കിലും അങ്ങനെ ചെയ്യാന്നില്ല, ചെയ്യുന്നത് ഭംഗിയായിട്ട് ചെയ്യാം. ഇല്ലേ, ചെയ്തില്ല. അതിന് വേറൊരാൾ, അതിപ്പോൾ ഞാൻ ഇതുവരെ എഴുതിയ പാട്ടുകളൊന്നും ഒരാൾക്ക് ഒരു അക്ഷരം തിരുത്താൻ വരെ ധൈര്യം വന്നിട്ടില്ല. വലിയ ആൾക്കാരെല്ലാം ഇത് വന്ന് നോക്കാറുണ്ട്. പലപ്പോഴും വന്നിട്ട് എൻ്റെ രചനകളും എൻ്റെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ
പലരും എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വന്നിട്ടുണ്ട്. ആർക്കും എന്ത് ചെയ്യുന്നില്ല. ഇതൊക്കെ എവിടെയോ ഉള്ള ഏതോ ഒരു കാലത്തെ അറിവിൽ നിന്ന് കിട്ടിയ ഭാഗമെന്ന് അവർ വിചാരിച്ച്. ഞാനൊരു സംഗതി ഇതിനെപ്പറ്റി പഠിക്കാൻ പോയിട്ടുമില്ല. ഇങ്ങനെ മാപ്പിളപ്പാട്ടിൽ ഇശല്, വൃത്തം, കമ്പി, കഴുത്ത് എന്നെല്ലാം പറഞ്ഞ പലതും ഉണ്ട്. ഞാനൊരു 100 പാട്ടുകൾ എഴുതിയതിൻ്റെ ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് എന്ന് തന്നെ അറിയുന്നത്. പിന്നെ ഞാൻ വിചാരിച്ച് അതെല്ലാം പോയിട്ട് പഠിക്കുമെന്ന് നിന്നാൽ ചിലപ്പോൾ നമുക്കുള്ള കാര്യവും പോവും. സ്കൂളിൽ പോയാലുള്ള ബുദ്ധി പോകും എന്ന് പറഞ്ഞ പോലെ അതിൽ നിന്നല്ല നമ്മളെ വഴിക്ക് തന്നെ പോക്കാം. പക്ഷേ സംഗതിയെല്ലാം പലരും വന്ന് നോക്കിയാൽ അതൊക്കെ കറക്റ്റായിട്ടാണ് അവർ പറയുക. ഇതെല്ലാം കറക്റ്റാണല്ലോ.